ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് സെക്രട്ടറി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം അകത്ത് പോയിരിക്കുകയാണ്. തന്ത്രിയുടെ ഉൾപ്പെടെ മൊഴിയെടുത്തു. മന്ത്രിയും തന്ത്രിയുമായിട്ട് ബന്ധമുണ്ടെന്ന് പത്മകുമാർ പറഞ്ഞു എന്നുള്ളതാണ് മൊഴിയൊക്കെ പുറത്തു വരുന്നത്. ഇനിയും കേസ് മുന്നോട്ട് പോയാൽ മന്ത്രിയും തന്ത്രിയും ഒക്കെ കുടുങ്ങുമോ? ഒരു കാര്യമുണ്ട്, പത്മകുമാർ കുഴപ്പക്കാരനാണെന്ന് പണ്ടേ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളൊന്നും ചോദിക്കൊണ്ടിട്ടില്ല. അപ്പോൾ എന്നെ നിങ്ങൾ ക്രൂശിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അണ്ടേ കുഴപ്പക്കാരനാണ്, ഇന്നും കുഴപ്പക്കാരനാണ്. പുള്ളി പാർട്ടി സെക്രട്ടറി ആയിട്ട് വന്നപ്പോൾ വണ്ടി കച്ചവടവും വസ്തു കച്ചവടം ആരും ജോലി അല്ല. പാർട്ടി പ്രവർത്തനത്തേക്കാൾ ഉപരി സ്വന്തം ഡെവലപ്മെൻറ്റ്സ് ആയിരുന്നു പുള്ളിയുടെ പരമലക്ഷ്യം. ആ പരമലക്ഷ്യത്തിൽ നിന്ന് അല്പം തകരാറ് വന്നപ്പോൾ അങ്ങനെ MLA ആക്കി, DCC സെക്രട്ടറി ആക്കി, എല്ലാം ആക്കിയിട്ട് പോലും അസംതൃപ്തനായിക്കൊണ്ട് പലപ്പോഴും പാർട്ടി കിട്ടുന്നതല്ലേ കുത്തിയിട്ടില്ലേ അദ്ദേഹം. എത്രയോ മോശമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? അദ്ദേഹം തന്ത്രികളോട് കൂടി ചേർന്നു എന്ന് പറഞ്ഞാൽ വരാതിരിക്കാൻ ഒക്കത്തില്ല. എല്ലാത്തിൻ്റെ മൂലം തന്ത്രിയാണല്ലോ. തന്ത്രിയും വീഴും. ഇത് യഥാർത്ഥ അന്വേഷണത്തേക്ക് പോയി കഴിഞ്ഞാൽ തന്ത്രി അറിയാതെ ഒരു കാര്യമോട് നടക്കാറില്ലല്ലോ. ഏതിനും തന്ത്രിയുടെ അനുവാദം വേണമല്ലോ. അല്ലെങ്കിൽ തന്ത്രിക്ക് ദക്ഷിണ വെക്കാതെ ആർക്കെങ്കിലും വളരെ വല്ല കാര്യം ചെയ്യാൻ ഒക്കുമോ? ഇതൊക്കെ ഒരു സാമൂഹിക സത്യങ്ങളല്ലേ. ഇനി അന്വേഷിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട ആണ് ഇപ്പോൾ പ്രതികരണം. പത്മകുമാർ കുഴപ്പക്കാരനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. തന്ത്രി അറിയാതെ ശബരിമലയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമോ എന്ന് കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ ചോദിക്കുന്നത്.